So, hi students, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. ക്ലാസ് 10 CBSE ചാപ്റ്റർ 1 ഡെവലപ്മെന്റ്. എക്കണോമിക്സിലെ ചാപ്റ്റർ 1 ഡെവലപ്മെന്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡെവലപ്മെന്റ് എന്താ എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോണേ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ അതേ പോയിന്റ്സ് യൂസ് ചെയ്ത് തന്നെയാണ് പഠിക്കാൻ പോണേ. സെയിം സെന്റൻസസ്, സെയിം പോയിന്റ്സ് എല്ലാം എക്സാക്ട്ലി സെയിം. സോ ഈ ചാപ്റ്റർ നന്നായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഒന്ന് പഠിക്കാവുന്നത് ഡെവലപ്മെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഇസ് ഡെവലപ്മെന്റ്? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ഡെവലപ്മെന്റ്? എന്താണ് ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റിന് പല ആൾക്കാർക്കും പല ഐഡിയാസ് ആയിരിക്കും. ലൈക്ക് എനിക്ക് അക്കോർഡിംഗ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ബിൽഡിങ്സ് വരുന്നത്, കൂടുതൽ അർബനൈസ്ഡ് ആവുന്നത്, അതല്ലായിരിക്കും എന്റെ അക്കോർഡിംഗ്ലി ഡെവലപ്മെന്റ്. ചിലപ്പോൾ നിങ്ങളുടെ അക്കോർഡിംഗ്ലി ഡെവലപ്മെന്റ് വേറെ ആയിരിക്കും. അങ്ങനെ പലർക്കും പല പല ഡെവലപ്മെന്റൽ ഐഡിയാസ് ഒക്കെയാണ്. അപ്പൊ വാട്ട് ഇസ് ഡെവലപ്മെന്റ് എന്ന് നോക്കിയാൽ ഡെവലപ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് ഗ്രോയിങ് ആൻഡ് ബിക്കമിങ് ബെറ്റർ. ഒരു പ്രോസസ് ആണ് ഓഫ് ഗ്രോയിങ് ആൻഡ് ബിക്കമിങ് ബെറ്റർ. ഗ്രോ ചെയ്യുന്നതും ബെറ്റർ ആവുന്നതും. ഇപ്പൊ ലൈക്ക് ഇന്നലെ ഒരാള് എംപ്ലോയിഡ് അല്ലായിരുന്നു, ഇന്നലെ ഒരാൾ അൺഎംപ്ലോയിഡ് ആയിരുന്നാൽ ഇന്ന് അയാൾ എംപ്ലോയിഡ് ആണെങ്കിൽ അതൊരു ഡെവലപ്മെന്റ് ആണ് അവിടെ നടക്കണേ. മനസ്സിലായോ? ഇപ്പൊ ഇന്നലെ ഞാനൊരു 20 lakhs ബെഞ്ചിന് നടക്കണമെങ്കിൽ, അല്ല 20 lakhs ഒരു വേറെ ഏതില് വണ്ടിക്കാണ് നടക്കണമെന്ന് വിചാരിച്ചു. ആൻഡ് ഒരു 1 week ലേറ്റർ ഞാനൊരു മെഴ്സിഡീസ് ബെൻസ് അല്ലെങ്കിൽ BMW അതെല്ലാം വാങ്ങിച്ച് അതിലാണ് നടക്കണമെങ്കിൽ അതൊരു ഡെവലപ്മെന്റ് ആണ്. പലവർക്കും പല ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് പല ഡെവലപ്മെന്റ് ഐഡിയാസ് ആയിരിക്കും. അതിനെ പറ്റിയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഡെവലപ്മെന്റ് ആണെന്ന് മനസ്സിലായില്ല. ഡെവലപ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് ഗ്രോയിങ് ആൻഡ് ബിക്കമിങ് ബെറ്റർ. സെക്കൻഡ് ആണ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഡിഫറെന്റ് പീപ്പിൾ സീക്ക് ഡിഫറെന്റ് തിങ്സ്. ഈച്ച് വൺ ഓഫ് ദം ഹാസ് എ ഡിഫറെന്റ് പ്രിയോറിറ്റീസ് ആൻഡ് ദേ ഹാവ് എ ഡിഫറെന്റ് ഗോൾസ് ഫോർ ഡെവലപ്മെന്റ്. പലവർക്കും പല ഡെവലപ്മെന്റ് ഐഡിയാസ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ ഫോർ ഫാമർ, ഒരു ഫാമറിന് നോക്കുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ വീഡ്സിന് അല്ലെങ്കിൽ അയാളുടെ ക്രോപ്സിന് കൂടുതൽ വാല്യൂ കിട്ടുന്നതായിരിക്കും ഡെവലപ്മെന്റ്. ഇപ്പൊ വേറെ ഒരാളുടെ കേസ് ഒരു വേറെ സ്ഥലത്ത് പണിയാണ് അയാൾക്ക് കൂടുതൽ വേജ് കിട്ടുന്നത്, ഡെയിലി കൂടുതൽ വേജ് കിട്ടുന്നതായിരിക്കും അയാൾക്ക് ഡെവലപ്മെന്റ്. ഇപ്പൊ ഒരു ഫോർ എ ബോയ് ഗെറ്റിംഗ് കാർ ഇസ് എ ഡെവലപ്മെന്റ് ഗോൾ. ഇപ്പൊ ഒരു ബോയിന് കാറാണ് വേണ്ടേ. അപ്പൊ ആ ഒരു ബോയിന് കാറ് കിട്ടിയ അതാണ് ഡെവലപ്മെന്റൽ ഗോള്. പിന്നെ ഫോർ എ ഗേൾ ബിക്കമിങ് എ സിംഗർ മേ ബി ദ ഡെവലപ്മെന്റൽ ഗോൾ. അപ്പൊ ഇപ്പൊ ഒരു ഗേളിന് സിംഗർ ആവണം എന്നാണ് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ സിംഗർ ആവുന്നതാണ് ആ ഒരു ഗേളിന്റെ ഡെവലപ്മെന്റൽ ഗോൾ. Different people have different goals and what may be developmental for one may not be developmental for another. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് പീപ്പിൾ, പല ആൾക്കാർക്കും പല ഡെവലപ്മെന്റൽ ഗോൾസ് ആണ് ഉള്ളത്. ആൻഡ് പിന്നെന്താ പറയുന്നത് വെച്ചാൽ വാട്ട് മേ ബി ഡെവലപ്മെന്റ്. ഇപ്പൊ ഒരാൾക്ക് ഒരു കാര്യം ഡെവലപ്മെന്റ് ആണെങ്കിൽ വേറെ ആൾക്ക് അത് ഡെവലപ്മെന്റൽ ആയിരിക്കൂല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇൻഡസ്ട്രിയലിസ്റ്റ്, ഇവർക്കൊക്കെ ചിലപ്പോൾ കൂടുതൽ ഇലക്ട്രിസിറ്റിക്കും കൂടുതൽ വാട്ടർ സപ്ലൈക്കൊക്കെ വേണ്ടി അവർക്ക് ഡാംസിന് കൺസ്ട്രക്ഷൻ നല്ലതായിരിക്കും ഫോർ ഇൻഡസ്ട്രിയലിസ്റ്റ്. പക്ഷെ അങ്ങനെ ഡാംസിന് കൺസ്ട്രക്ഷൻ നടത്തുമ്പോ അത് അതേപോലെ തന്നെ എല്ലാവർക്കും ഡെവലപ്മെന്റൽ ആയിരിക്കുമോ? അല്ല. കാരണം ഈ ഡിസ്പ്ലേസ്ഡ് ആയ ആൾക്കാർക്ക് ലൈക്ക് ട്രൈബൽസിനൊക്കെ ഇത് ഡെവലപ്മെന്റൽ ആയിരിക്കൂല. കാരണം ഇവരുടെ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ലിവിങ് ഏരിയയാണ് ഡാമിന് വേണ്ടി കൺസ്ട്രക്ഷൻ എടുക്കണം. അപ്പൊ ഒരാൾക്ക് ഇൻഡസ്ട്രിയലിസ്റ്റിന് ഡെവലപ്മെന്റൽ ആർന്ന കാര്യം മറ്റൊരാൾക്ക് ഡെവലപ്മെന്റൽ അല്ല. അതൊക്കെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയി മാറുകയാണ്. കേട്ടോ, ഫോർ എക്സാമ്പിൾ ഫോർ ഗെറ്റിംഗ് മോർ ഇലക്ട്രിസിറ്റി ഇൻഡസ്ട്രിയലിസ്റ്റ് മേ want more dams constructed, but this may disturb the lives of the displaced people such as tribes. അത് മനസ്സിലായല്ല? ഇപ്പൊ ഞാൻ ഒരു കമ്പനി നടത്തുകയാണ്, എനിക്ക് കൂടുതൽ വെള്ളം വേണം അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി വേണം. അപ്പൊ കൂടുതൽ വെള്ളം അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഒക്കെ വേണമെങ്കിൽ കൂടുതൽ ഡാംസ് വേണ്ടേ. അപ്പൊ എനിക്ക് അക്കോർഡിംഗ്ലി കൂടുതൽ ഡാംസ് വരുന്നതായിരിക്കും ഡെവലപ്മെന്റൽ ഗോൾസ്. പക്ഷെ ഈ ഫോറസ്റ്റ് അവിടെയൊക്കെ താമസിക്കുന്ന ഈ ട്രൈബൽ പീപ്പിൾസിന് അവിടെ ഒക്കെ ഡാം കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അവര് താമസിക്കുന്ന സ്ഥലമാണ് പോണത്. അതുകൊണ്ട് ഒരാൾക്ക് ഡെവലപ്മെന്റൽ ആയ കാര്യം മറ്റൊരാൾക്ക് ഡെവലപ്മെന്റൽ അല്ലായിരിക്കും. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഡെവലപ്മെന്റൽ ഗോൾസ് വരെ ഉണ്ടാവും. അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്താണ് ഇൻകം ആൻഡ് അതർ ഗോൾസ്. നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞേ, ഇന്നലെ 20 lakhs കാറിലാണെന്ന് ഞാൻ നാളെ ഒരു 40-45 lakhs കാറിനടക്കാൻ അതൊരു ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഫാമറിന്റെ കേസിൽ ഞാൻ പറഞ്ഞ് അയാളുടെ ക്രോപ്സ് കൂടുതൽ വാല്യൂവിന് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഒരു ഫാമറിന്റെ ഗോള്. പിന്നെ എന്താ പറയാ, വേജ് കൂടി കിട്ടുന്നതായിരിക്കും ഒരു ലേബററിന്റെ ഗോള്.
അപ്പൊ ഇതിലെല്ലാത്തിലും ഇൻകം ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. കണ്ട, ഡെവലപ്മെന്റ് ആൻഡ് ഗോൾസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ആൾക്കാർക്ക് എന്താ, ഇൻകം ആണ് ഇപ്പൊ. So you will notice one common thing: what people desire are regular work, better wages, and decent price for their crops or other products that what they produce. In other words, they want more income. അവർക്ക് എന്താ വേണ്ടേ? അവർക്ക് കൂടുതൽ ഇൻകം ആണ് വേണ്ടേ. Besides seeking more income one way or other, people also seek things like equal treatment, freedom, security, and respect of the other. So ആൾക്കാർക്ക് ഇൻകം മാത്രം പോരല്ല, അതിന്റെ കൂടെ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് ആൾക്കാർക്ക് വേണ്ടത്. അതെന്താന്ന് വെച്ചാൽ ഇക്വാലിറ്റി, ഫ്രീഡം, സെക്യൂരിറ്റി, റെസ്പെക്ട്, ഇതെല്ലാം ഇൻകം വേണം, ഇതും വേണം. ഇൻകം മാത്രമുണ്ട്, പക്ഷെ ഇക്വാലിറ്റി, ഫ്രീഡം അതൊന്നും ഇല്ലെങ്കിൽ ഇൻകം കിട്ടിയിട്ടും കാര്യമില്ല. ആൻഡ് ഇൻകം ഇല്ല, ഇക്വാലിറ്റി, ഫ്രീഡം ഇതെല്ലാം ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. All these are important goals. In fact, in some cases, these may be more important than more income or more consumption. So, ഈ ഇൻകം കുറഞ്ഞാലും പക്ഷെ നമുക്ക് ഈ മെയിൻ ആയിട്ടുള്ള ഫ്രീഡം, ഇക്വാലിറ്റി ഇത് കുറയാൻ പാടില്ല എന്നാണ്. മണി ഓർ മെറ്റീരിയൽ. സോ ഇവിടെ നമുക്ക് ഗോൾസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, മെറ്റീരിയലിസ്റ്റിക് ഗോൾസും നോൺ മെറ്റീരിയലിസ്റ്റിക് ഗോൾസും. സോ എന്താണ് മെറ്റീരിയലിസ്റ്റിക്, എന്താണ് നോൺ മെറ്റീരിയലിസ്റ്റിക് ഗോൾസ് നോക്കാം. Money or material things that one can buy with it is one factor on which our life depends. But the quality of our life also depends on non-material things mentioned. So നമ്മുടെ ലൈഫ് കാശ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലും ഡിപ്പെൻഡഡ് ആണ്, ആൻഡ് ഓൾസോ കാശ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത നോൺ മെറ്റീരിയൽ കാര്യങ്ങളിലും ഡിപ്പെൻഡഡ് ആണ്. മെറ്റീരിയൽ തിങ്സ് എന്താണ്? ഈ മെറ്റീരിയൽ തിങ്സ് എന്താണ്? ഈ നോൺ മെറ്റീരിയൽ തിങ്സ്. സോ മെറ്റീരിയൽ തിങ്സ് എന്ന് പറഞ്ഞാൽ those things which can be bought with money. ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റണ എന്തും മെറ്റീരിയലിസ്റ്റിക് ആണ്. എക്സാമ്പിൾ കാർ, ഹൗസ്, ക്ലോത്ത്സ്, ഇതെല്ലാം നമുക്ക് ക്യാഷ് കൊടുത്താൽ കിട്ടും. സോ അതുകൊണ്ട് എന്താ, ഇതെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ്. അടുത്താണ് നോൺ മെറ്റീരിയലിസ്റ്റിക് തിങ്. ദോസ് തിങ്സ് വിച്ച് കനോട്ട് ബി ബോട്ട് വിത്ത് മണി. ക്യാഷ് കൊടുത്താലും കിട്ടാത്ത സാധനങ്ങളാണ് ഇത് നോൺ മെറ്റീരിയൽ തിങ്സ്. എക്സാമ്പിൾ ക്വാളിറ്റി, ഫ്രണ്ട്ഷിപ്പ്, ഇക്വാലിറ്റി, ഫ്രണ്ട്ഷിപ്പ്, സെക്യൂരിറ്റി, ഫ്രീഡം, ലവ്, റെസ്പെക്ട്, ഇതൊന്നും ക്യാഷ് കൊടുത്താൽ കിട്ടൂല. സോ ഇങ്ങനെ ക്യാഷ് കൊടുത്താൽ കിട്ടാത്ത കാര്യങ്ങളാണ് എന്ത്, നോൺ മെറ്റീരിയലിസ്റ്റിക് ഗോൾസ്. ആൻഡ് ക്യാഷ് കൊടുത്താൽ കിട്ടുന്നതാണ് എന്ത്, മെറ്റീരിയലിസ്റ്റിക് ഗോൾസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. If you get a job in a far off place, before accepting you would try to consider many factors apart from income. So ദൂരത്ത് എവിടെയെങ്കിലും ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണേക്കാളും മുമ്പ് എന്താ, വേറെ കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. സച്ച് ആസ് ഫെസിലിറ്റീസ് ഫോർ യുവർ ഫാമിലി, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ഓപ്പർച്യൂണിറ്റി ടു ലേൺ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. In another case, a job may give you less pay but may offer regular employment. So ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ ചെയ്യണേ, ആൻഡ് ഒരു ജോബ് ആൻഡ് ഹൈ സാലറി തരാം, ലൈക്ക് ഒരു 1 lakh പെർ മന്ത് തരും. ആൻഡ് വേറെ കേസിൽ ഒരു 75,000 തരും. പക്ഷെ ഈ 1 lakh തരുന്ന ജോബില് ഒരു ജോബ് സെക്യൂരിറ്റി ഇല്ല, വർക്കിംഗ് കണ്ടീഷൻസ് ഒന്നും പോരാ, ആൻഡ് ഫാമിലിക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒന്നുമില്ല. മനസ്സിലായ? ആൻഡ് ഈ 75,000 തന്നിരുന്ന ജോബില് കൂടുതൽ ജോബ് സെക്യൂരിറ്റി, ഇവിടെ ജോബ് സെക്യൂരിറ്റി അല്ലേ, ഇവിടെ എനിക്ക് എപ്പോ വേണേലും നിങ്ങളെ പുറത്താക്കാം. ഇവിടെ ഈ 75,000 തരണമെങ്കിൽ സാലറി, ഈ 75,000 സാലറി തരണമെങ്കിൽ ജോബിലാണെങ്കിൽ ജോബ് സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ 1 lakh 75,000 പോകും. അഫ്കോഴ്സ് 75,000 പോകുള്ളൂ. കാരണം നമുക്ക് ഇപ്പൊ ഈ 1 lakh കിട്ടുന്നിടത്ത് വേറെ സ്ഥലത്താണ് പോണേ, അവിടെ നിങ്ങൾക്ക് ഒരു ഇക്വാലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഇല്ല. നിങ്ങൾക്ക് ഭയങ്കര ലോൺലി ഫീൽ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. പക്ഷെ അത് തന്നെ 75,000 നിങ്ങൾക്ക് വർക്കിംഗ് കണ്ടീഷൻ, ഫാമിലി ഫെസിലിറ്റീസ്, ഇക്വാലിറ്റി എല്ലാം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അഫ്കോഴ്സ് 75,000 പോവുള്ളൂ. സിമിലർലി അപ്പൊ ഇതുകൊണ്ട് എന്താ മനസ്സിലായേ, ഫോർ ഡെവലപ്മെന്റ് പീപ്പിൾ ലുക്ക് അറ്റ് മിക്സ് ഓഫ് ഗോൾസ്. പീപ്പിൾ എന്താ നോക്കണേ, മെറ്റീരിയൽസിക്കും നോക്കും, നോൺ മെറ്റീരിയൽസിക്കും നോക്കും. എന്തിനു വേണ്ടി? ഡെവലപ്മെന്റിന് വേണ്ടി. ഇതാണ് നമ്മുടെ ഇൻകം ആൻഡ് അതർ ഗോൾസ്. അപ്പൊ ഇതില് നമ്മൾ എന്തൊക്കെയാ മെയിൻ ആയിട്ട് പഠിച്ചത്? ഇൻകം എന്താന്ന് പഠിച്ച്, മെറ്റീരിയലിസ്റ്റിക് ഗോൾസ് എന്താന്ന് പഠിച്ച്, നോൺ മെറ്റീരിയലിസ്റ്റിക് ഗോൾസ് എന്താന്ന് പഠിച്ച്, എല്ലാം പഠിച്ച് അവസാനം റിവൈസ് ചെയ്യാം. ഇനി അടുത്താണ് നാഷണൽ ഡെവലപ്മെന്റ്. എന്താണ് നാഷണൽ ഡെവലപ്മെന്റ് നോക്കാം. Individuals seek different goals, then their notion of national development is also likely to be different. ഇപ്പൊ ഞാൻ തന്നെ ഒരു എന്താ പറയാ ഡിഫറെന്റ് ഗോൾ പറഞ്ഞ്, ലൈക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യും. ഇപ്പൊ ഞാൻ തന്നെ എന്താ
ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പലർക്കും പലതാണെന്ന് പറഞ്ഞാൽ എന്റെ ഡെവലപ്മെന്റ് എന്താ, വേറെ ആൾക്ക് എന്തായിരിക്കും ഡെവലപ്മെന്റ്, അതെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ആയിരിക്കും ആൾക്കാർക്ക് നാഷണൽ ഡെവലപ്മെന്റ്. ലൈക്ക് ഇപ്പൊ ഞാൻ പറയാണ് നാഷണൽ ഡെവലപ്മെന്റ് വരണമെങ്കിൽ ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കൂട്ടണം, അല്ലെങ്കിൽ പെട്രോൾ പ്രൈസസ്, ഇപ്പൊ വേറെ ആള് പറയാണ് പെട്രോൾ പ്രൈസസ് കുറഞ്ഞാലാണ് എന്താ നാഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് എന്താ ഓരോ ലൈക്ക് ബേസിക് തിങ്സ് ഫ്രീ ആയിട്ട് കിട്ടിയാലേ നാഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ, അങ്ങനെയെല്ലാം പറയുന്ന പല 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 ഐഡിയാസ് ഒക്കെ ആയിരിക്കും. So individuals seek different goals, then their notion of national development is also likely to be different. So ഓരോരുത്തരുടെ നാഷണൽ ഡെവലപ്മെന്റിന്റെയും എന്താ നോഷൻ ഡിഫറെന്റ് ആണ്. It is very important to keep in mind that different persons could have different as well as conflicting notion of a country's development. So what is national development? അമ്മ ഇപ്പൊ പല കാര്യങ്ങളും പറയാം നാഷണൽ ഡെവലപ്മെന്റിനെ പറ്റി. സോ ആക്ച്വലി എന്താണ് നാഷണൽ ഡെവലപ്മെന്റ്? നാഷണൽ ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ദ എബിലിറ്റി ഓഫ് എ കൺട്രി ടു ഇംപ്രൂവ് ദ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇറ്റ്സ് സിറ്റിസൺ ഇസ് കോൾഡ് നാഷണൽ ഡെവലപ്മെന്റ്. ഒരു കൺട്രിയിലെ സിറ്റിസൺസിന്റെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ആണ് എന്ത് നാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ബൈ ഗിവിങ് എഡ്യൂക്കേഷൻ, മെഡിക്കൽ കെയർ, പബ്ലിക് ഫെസിലിറ്റീസ് ഇതെല്ലാം കൊടുക്കുകയാണെങ്കിൽ അതൊരു നാഷണൽ ഡെവലപ്മെന്റ് ആണ്. സോ എന്താണ് നാഷണൽ ഡെവലപ്മെന്റ്? എബിലിറ്റി ഓഫ് എ കൺട്രി, ഒരു കൺട്രിയുടെ എബിലിറ്റി ടു ഗിവ് മോർ ലിവിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇംപ്രൂവ് ദ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ഇറ്റ് സിറ്റിസൺ ഇസ് കോൾഡ് നാഷണൽ ഡെവലപ്മെന്റ്. ഇനി എങ്ങനെ നാഷണൽ ഡെവലപ്മെന്റ് കൊടുക്കുക, നാഷണൽ ലൈക്ക് ലിവിങ് സ്റ്റാൻഡേർഡ്സ് കൂട്ടാന്ന് വെച്ചാൽ ബൈ ഗിവിങ് എഡ്യൂക്കേഷൻ, ബൈ ഗിവിങ് മെഡിക്കൽ കെയർ, ബൈ ഗിവിങ് പബ്ലിക് ഫെസിലിറ്റീസ്, ഇതെല്ലാം കൊണ്ട് ഒരു കൺട്രിയുടെ നാഷണൽ ഡെവലപ്മെന്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാം. ഇനി ഇപ്പൊ നമ്മൾ നാഷണൽ ഡെവലപ്മെന്റ് അതൊന്നും പഠിച്ചു. ഇനി ഈ ഓരോ കൺട്രീസിനെ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്സിനെയൊക്കെ എങ്ങനെ കമ്പയർ ചെയ്യണേ നമുക്ക് നോക്കാം. വെൻ വി കമ്പയർ ഡിഫറെന്റ് തിങ്സ്, ഇതാണ് അടുത്ത ടോപ്പിക്, ഹൗ ടു കമ്പയർ ഡിഫറെന്റ് കൺട്രീസ്. When we compare different things, they could have similarities as well as differences. Which aspect do we let us look at students in the class. ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ തന്നെ കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെ ആയിരിക്കും കമ്പയർ ചെയ്യണേ? മെയിൻ ആയിട്ട് അവരുടെ ഹൈറ്റ്, മെയിൻ ആയിട്ട് അവരുടെ സൈസ്, അങ്ങനെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അവരെ കമ്പയർ ചെയ്യുന്നത്. They differ in their height, health, talents and interests. The healthiest student may not be the most studious one. ഈ ഹെൽത്തി സ്റ്റുഡന്റ് ആയിരിക്കില്ല മോസ്റ്റ് സ്റ്റുഡിയസ് വണ്ണും, ദ മോസ്റ്റ് ഇന്റലിജന്റ് സ്റ്റുഡന്റ് ആയിരിക്കില്ല മോസ്റ്റ് കമ്പനി അല്ലെങ്കിൽ എന്താ ഫ്രണ്ട്ലിയസ്റ്റ് വൺ മോസ്റ്റ് ഇന്റലിജന്റ് സ്റ്റുഡന്റ് ആയിരിക്കില്ല. അതുപോലെ തന്നെ നമ്മളെ കൺട്രീസ് കമ്പയർ ചെയ്യാൻ ഒരു ക്രൈറ്റീരിയൻ ഉണ്ട്. സോ കൺട്രീസ് കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ ആണ് നാഷണൽ ഇൻകം. പറയാം, ദ ക്രൈറ്റീരിയൻ വി മേ യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേർപ്പസ് ഓഫ് ഒരു ക്ലാസ്സിൽ പിള്ളേരുടെ അടുത്ത് കമ്പയർ ചെയ്യുന്ന എങ്ങനെ അവർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ബേസ് ചെയ്തായിരിക്കും. ദിസ് ഈസ് ട്രൂ ഓഫ് ഡെവലപ്മെന്റ് ടു. ഡെവലപ്മെന്റിലും കമ്പാരിസൺ എങ്ങനെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി തന്നെയാണ് കമ്പയറിങ് നടക്കണേ. ഫോർ കമ്പയറിംഗ് കൺട്രീസ് their income is considered to be one of the most important attributes. സോ കൺട്രീസിനെ കമ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ഓരോ കൺട്രിയുടെ ഇൻകം ആണ് ആ കൺട്രിയിലെ എന്താ കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ ഒരു ക്രൈറ്റീരിയൻ. ഓക്കെ, countries with higher income are more developed than others with less income. ഈ കൺട്രി ഹു ഹാസ് ഹയർ ഇൻകം, ഇപ്പൊ ഒരു കൺട്രിയിലെ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഡെവലപ്ഡ് ആയിരിക്കും എന്ത് ലെസ് ഇൻകം ഉള്ള കൺട്രീസിനേക്കാളും. ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് മോർ ഇൻകം മീൻസ് മോർ ഓഫ് ഓൾ തിങ്സ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് നീഡ്. ഇതൊരു ബേസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ലൈക്ക് കൂടുതൽ ക്യാഷ്, കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. വാട്ട് എവർ പീപ്പിൾ ലൈക്ക് and should have, they will be able to get with greater income. So greater income itself is considered to be one of the important goal. So എന്താണ് നമ്മൾ ഇത്രയും പറഞ്ഞ് കൺട്രീസിനെ കമ്പയർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഇൻകം ഓഫ് ദ കൺട്രി. സോ ഒരു കൺട്രിയുടെ ഇൻകം എന്താ? വാട്ട് ഈസ് ദ ഇൻകം ഓഫ് എ കൺട്രി? സോ ഒരു കൺട്രിയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ ആ കൺട്രിയിൽ റിസൈഡ് ചെയ്യുന്ന റെസിഡൻസിന്റെ ഇൻകം ആണ്, അല്ലെ അവിടുത്തെ സിറ്റിസൺസിന്റെ ഇൻകം ആണ് ഒരു കൺട്രിയുടെ ഇൻകം. വാട്ട് ഈസ് ഇൻകം ഓഫ് എ കൺട്രി? The income of the country is the income of all the residents of the country. This gives us the total income of the country. So ഇതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം തരുന്നത്. ഒരു കൺട്രിയുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണ എങ്ങനെ? ആ കൺട്രിയിലാണ് റിസൈഡ് ചെയ്യണ എല്ലാവരുടെയും ഇൻകം നോക്കിയാൽ ആ ഒരു കൺട്രിയിലെ ടോട്ടൽ ഇൻകം മനസ്സിലാക്കാം. However, for comparison between countries, total income is not such an useful measure. പക്ഷേ ഈ കൺട്രീസ് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം നോക്കിയാൽ അത് അങ്ങനെ നടക്കൂല. കാരണം
പല കൺട്രീസിലും പല എമൗണ്ട് പല നമ്പർ ഓഫ് പോപ്പുലേഷൻ ആയിരിക്കും. ചില കൺട്രിയിൽ കൂടുതലായിരിക്കും, ചില കൺട്രിയിൽ കുറവായിരിക്കും. സോ ടോട്ടൽ ഇൻകം നോക്കിയാൽ നടക്കൂല. Since countries have different population, comparing total income will not tell us what an average person is likely to earn. So ഓരോ കൺട്രീസിലും പല പല പോപ്പുലേഷൻ ആയതുകൊണ്ട് ഓരോ ആൾക്കാരെ കമ്പയറിംഗ് ടോട്ടൽ ഇൻകം വിൽ നോട്ട് ടെൽ us. ടോട്ടൽ ഇൻകം കമ്പയർ ചെയ്താൽ വിൽ നോട്ട് ടെൽ us what an average person is likely to earn. Hence we compare the average income, which is the total income of okay. So അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ, ആവറേജ് ഇൻകം ആണ് കമ്പയർ ചെയ്യണേ. സോ എന്താണ് ആവറേജ് ഇൻകം? ആവറേജ് ഇൻകം എന്ന് വെച്ചാൽ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ കൺട്രി ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ടോട്ടൽ പോപ്പുലേഷൻ. ദ ടോട്ടൽ ഇൻകം ഓഫ് ദ കൺട്രി ഡിവൈഡ് ബൈ ഇറ്റ്സ് ടോട്ടൽ പോപ്പുലേഷൻ ആണ് എന്ത്, ആവറേജ് ഇൻകം. അതിനെ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് കൂടെയും പറയാം. The average income is also called per capita income. So ഇവിടെ നമ്മ പറഞ്ഞ് the total income of the country divided by its total population ആണ് ആവറേജ് ഇൻകം. ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. ഇതൊക്കെ ഒരു കൺട്രി ഉണ്ട് എ, കൺട്രി ഉണ്ട് ബി. രണ്ട് കൺട്രീസ് ഉണ്ട്. രണ്ട് കൺട്രീസിലും 5 ആൾക്കാരുണ്ട്. 1 2 3 4 5 ആൾക്കാരുണ്ട്. ഈ 5ന്റെയും ആഡ് ചെയ്ത് ഒരു നമ്പർ കിട്ടും. ഈ 5ന്റെയും ആഡ് ചെയ്ത് കൺട്രി ബിന്റെയും ഈ 5ന്റെയും ആഡ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. ഈ കിട്ടുന്ന നമ്പേഴ്സ് എത്ര പേരുണ്ട് ഇവിടെ? 1 2 3 4 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ കൺട്രിയിലെ ആവറേജ് ഇൻകം കിട്ടും. അതുപോലെ തന്നെ കൺട്രി എയിലും ഈ 5 ഇൻകം ആഡ് ചെയ്തിട്ട് ഇവിടത്തെ എത്ര പോപ്പുലേഷൻ ഉണ്ട് നോക്കിയിട്ട് ആ ഒരു പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് ആവറേജ് ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റൽ ഇൻകം കിട്ടും. In World Development Reports brought out by the World Bank, this criterion is used in classifying countries with per capita income of World Development Reports brought by the World Bank. This criteria is used. ഏത് criteria? Average income use ചെയ്തിട്ടാണ് comparing നടക്കണേ. Countries with per capita income of $63,400 per annum and above in 23 are called high income or rich countries, and those with per capita income of about $2,400 or less are called low income countries. സോ ഇവിടെ എന്താ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് ബാങ്ക് കൊണ്ടുവന്ന വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്സ് അനുസരിച്ച് $63,000 മോർ പെർ ആനത്തില് പെർ ക്യാപിറ്റൽ ഇൻകം ഉണ്ടെങ്കിൽ ആ ഒരു കൺട്രി റിച്ച് കൺട്രി അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രിയാണ്. അല്ലെങ്കിൽ ഒരു കൺട്രിക്ക് പെർ ക്യാപിറ്റൽ ഇൻകം $2,400 ലെസ് ആണെങ്കിൽ അതൊരു ലോ ഇൻകം കൺട്രിയാണ്. India comes in the category of low middle income countries because its per capita income in 2023 was just about $10,030 per annum. So നമുക്ക് per capita income എങ്ങനെ കണ്ടുപിടിക്കണം ജസ്റ്റ് ഒന്ന് നോക്കാം. Okay. Suppose ഇത് കൺട്രി എ. ഓക്കെ, ഇത് കൺട്രി എ, ഇത് കൺട്രി ബി. ടോട്ടൽ 1 2 3 4 പോപ്പുലേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. അല്ല 5 പോപ്പുലേഷൻ ആക്കാം. ഓക്കെ, എ കൺട്രിയില് ഒരാൾക്ക് 500 അല്ലെങ്കിൽ 5 പേർക്കും 1000 ആണെന്ന് വിചാരിച്ചു. 1000 5 പേർക്കും 1000. അപ്പൊ 5 പേർക്ക് 1000 എന്ന് പറയുമ്പോ ടോട്ടല് എയിൽ എത്രയായി? 5000 ആയി. 5000. ആൻഡ് ബിയില് 5 പേർക്ക് 500 വെച്ച് നോക്കാം. 500 വെച്ച് നോക്കുമ്പോ 5 പേർക്ക് 500 എന്ന് പറയുമ്പോ 2500 ആയി മാറി. 500 ഓക്കെ, 2500 ആയി. ഇനി ഇവരുടെ ആവറേജ് ഇൻകം ഇപ്പൊ കൺട്രി എന്റെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 5000 ആണ്. കൺട്രി ബിന്റെ 2500 ആണ്. ഇനി കൺട്രി എന്റെ പെർ ക്യാപിറ്റൽ ഇൻകം കണ്ടുപിടിക്കുകയാണെങ്കിൽ ടോട്ടൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ എത്ര? 5 ആണ്. സോ ടോട്ടൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ 5000 ഡിവൈഡഡ് ബൈ 5 = 1000 ആണ് പെർ ക്യാപിറ്റൽ ഇൻകം. ഇനി നമ്മുടെ കൺട്രി ഇത് എന്റെ കേസാണ്. ഇനി ബിന്റെ കേസ് ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻകം എത്ര? 2500 ആണ്. നമ്മുടെ പോപ്പുലേഷൻ എത്രയുണ്ട്? 2500 ബൈ 5. പോപ്പുലേഷൻ എത്രയുണ്ട്? 5 ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 5.
സോ 5 5 കട്ട് ചെയ്ത് 500. അപ്പൊ ഇവിടുത്തെ പെർ ക്യാപിറ്റൽ ഇൻകം എത്രേ 500 ആണ്. കണ്ട പെർ ക്യാപിറ്റൽ ഇൻകം കണ്ടുപിടിക്കുന്നതിനല്ല ടോട്ടൽ ഇൻകം ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, അതിനാണ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. സോ ഇപ്പൊ നമ്മൾ പഠിച്ച ടോപ്പിക് എന്താ? കമ്പയറിങ് കൺട്രി. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഹൗ ടു കമ്പയർ ഡിഫറെന്റ് കൺട്രീസ് ആണ് നമ്മൾ പഠിച്ചത്. അടുത്ത ടോപ്പിക് ആണ് ഇൻകം ആൻഡ് അതർ ക്രൈറ്റീരിയ. കണ്ട ഇൻകം ആൻഡ് അതർ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇൻകം മാത്രമല്ല വേറെ ക്രൈറ്റീരിയാസും നോക്കാനുണ്ട്. ഇൻകം മാത്രം നോക്കുകയാണെങ്കിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, ടേബിൾ 1.3. ഇവിടെ ഹരിയാനയുടെ പെർ ക്യാപിറ്റൽ ഇൻകം നോക്കി ₹2,64,729 ആണ്. ആൻഡ് കേരളയുടെ നോക്കിയേ 2,34,405 ആണ്. ബീഹാറിന്റെ നോക്കിയാൽ 47,498 ആണ്. ഇതാണ് ഇവരുടെ പെർ ക്യാപിറ്റൽ ഇൻകം. അപ്പൊ പെർ ക്യാപിറ്റൽ ഇൻകം മാത്രം നോക്കിയാണ് ഈ സ്റ്റേറ്റുകളിൽ ഇത് നോക്കി ഹരിയാനയിലെ ടോപ്പില് അല്ലേ, കാരണം 2,64,000 ഉണ്ട്. ഇനി കേരളയിലാണെങ്കിൽ 2,34,000. അപ്പൊ ഈ പെർ ക്യാപിറ്റൽ ഇൻകം മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഹരിയാനയുടെ ടോപ്പ്. പക്ഷെ പെർ ക്യാപിറ്റൽ ഇൻകം മാത്രം വെച്ചല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പെർ ക്യാപിറ്റൽ ഇൻകവും ഇൻഫം മോർട്ടാലിറ്റി റേറ്റും ലിറ്ററസി റേറ്റും നെറ്റ് അറ്റൻഡൻസ് റേഷ്യോയും ഇതെല്ലാം നോക്കും. സോ എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, എന്താണ് ലിറ്ററസി റേറ്റ്, എന്താണ് നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ നമുക്ക് നോക്കാം. സോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ that die before the age of 1 year as a proportion of 1,000 live children born in that particular year. സോ ഒരു 1 year ഒരു വയസ്സ് കഴിയണേക്ക് മുമ്പ് തന്നെ മരിച്ചു പോണ അല്ലെങ്കിൽ ഡെഡ് ആവണ നമ്പർ ഓഫ് ചിൽഡ്രനെയാണ് എന്ത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ലിറ്ററസി റേറ്റ് എന്താ? മെഷേഴ്സ് ഓഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ലിറ്ററേറ്റ് പോപ്പുലേഷൻ ഇൻ ദ 7 and above ഏജ് ഗ്രൂപ്പ്. 7-7 അബവ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിൽ എന്തോരം പീപ്പിളിന് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് ഏജ് ഗ്രൂപ്പ് 15 to 17 അറ്റൻഡിങ് സ്കൂൾ. അപ്പൊ 15 to 17 ഏജ് ഗ്രൂപ്പിൽ സ്കൂൾ അറ്റൻഡ് ചെയ്യണ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ സെയിം ഏജ് ഗ്രൂപ്പ്. ഇപ്പൊ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ സെയിം ഏജ് ഗ്രൂപ്പിൽ എത്ര പെർസെൻറ്റേജ് 15 to 17 ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർ സ്റ്റുഡൻസ് എന്താ സ്കൂളിൽ പോകണ്ട അല്ലെങ്കിൽ അറ്റൻഡിങ് സ്കൂൾ, അതാണ് എന്ത് നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ. is the total number of children of age group of 15 to 17 years attending school as percentage of total number of children in the same age group. Same age group നേക്കാളും total number of children എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട് എന്ന് നോക്കുന്നതാണ്. എന്ത് ഔട്ട് ഓഫ് ടോട്ടലിൽ എത്ര പെർസെൻറ്റേജ് സ്കൂളിൽ പോകുന്നുണ്ട് ഓഫ് ഏജ് ഗ്രൂപ്പ് 15 to 17 എന്ന് നോക്കുന്നതാണ് എന്ത് നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ. അപ്പൊ നമുക്കിവിടെ നോക്കാം ഈ ഒരു ചാർട്ട് കണ്ടില്ലേ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ലിറ്ററസി റേറ്റും നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ ഉണ്ട്. നമ്മ ഇൻകം വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് നോക്കിയ ടേബിളിൽ ആരായിരുന്നു ഹയസ്റ്റ്? ഹരിയാനയായിരുന്നു. ഇനി ഈ ഒരു ടേബിളിൽ നോക്കാം ഹരിയാനക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ 28 ആണ്. 28 എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ആൻഡ് കേരളക്കാണെങ്കിൽ 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ കുറവാണ് ഹരിയാനയെക്കാളും. ബീഹാർ എന്ന് പറഞ്ഞാൽ 27 എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. നെറ്റ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താ? 1 year കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡെഡ് ആവണ എന്ത് നമ്പർ ഓഫ് ചിൽഡ്രൻ, ആ ഒരു നമ്പർ ആണ് എന്ത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ ഹരിയാനയിൽ കൂടുതലാണ്, ബീഹാറിലും കൂടുതലാണ്, കേരളയിൽ കുറവാണ് കുറച്ച്. ആസ് കമ്പയർഡ് ടു ബീഹാർ കേരളയിൽ കുറവാണ്, 6 ആണ്. ആൻഡ് ഹരിയാനയിൽ 28 ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോ കേരളക്കാണ് അപ്പൊ നല്ല ഹയസ്റ്റ്, മീൻസ് ഹയസ്റ്റ് ഇൻ ദ സെൻസ് കേരളയാണ് ടോപ്പില്. ഇൻഫന്റ് മോർട്ടാലിറ്റി കുറവെന്ന് പറഞ്ഞാൽ അത്രയും നല്ലതാണെന്ന. അപ്പൊ കേരളയാണ് ഇതിൽ ടോപ്പ്. അപ്പൊ ലിറ്ററസി റേറ്റ് നോക്കുകയാണെങ്കിലോ ലിറ്ററസി റേറ്റ് കൂടുതൽ ആർക്കാ? കേരളക്കാണ്. ഹരിയാനയിൽ 82 ബീഹാറിൽ 62 ആണ്. അപ്പൊ കേരളയിലെ ടോപ്പ് ആർക്കാ? അപ്പൊ ഇതിൽ ടോപ്പ് ആർക്കാ? ഇതിൽ ടോപ്പും കേരളക്കാണ്. സോ ഇൻഫന്റ് മോർട്ടാലിറ്റി എപ്പോഴും കുറഞ്ഞിരിക്കണം, അതാണ് നല്ലത്. ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഡൈയിങ് ബിഫോർ കംപ്ലീറ്റിംഗ് 1 year ഇസ് നോൺ ആസ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ അത് കുറവായതുകൊണ്ട് ഇതിലും കേരളയാണ് ടോപ്പില്. ആൻഡ് ലിറ്ററസി റേറ്റിന്റെ കേസിൽ നമ്മുടെ ഹരിയാനയിൽ 82% ഉള്ളൂ, ബീഹാറിൽ 62% ഉള്ളൂ.
കേരളയിലാണെങ്കിൽ 94% ആൾക്കാരും ലിറ്ററേറ്റ് ആണ്, അതും നല്ലതാണ്. അതുകൊണ്ട് ഇവിടെയും കേരളയാണ് ടോപ്പ്. നെറ്റ് അറ്റൻഡൻസ് റേഷ്യോയിലാണെങ്കിലും ഹരിയാനയിൽ 73% ആൾക്കാരാണ് സ്കൂളിൽ പോകുന്നുള്ളൂ ഓഫ് ഏജ് ഗ്രൂപ്പ് 15 to 17. ബീഹാറിലാണെങ്കിൽ 69% സ്റ്റുഡൻസ് ആണ് എന്ത് ഓഫ് 15 to 17 ഏജ് ഗ്രൂപ്പിലാകെ 69% സ്റ്റുഡൻസ് ആണ് എന്ത് പോകണുള്ളൂ. പെർസെന്റേജ് അല്ല കേട്ടോ, 73 69 ഓക്കെ, പെർസെന്റേജ് അല്ല, 73 ആണ് ഹരിയാനയിൽ പോകണുള്ളൂ ആൻഡ് ബീഹാറിൽ 69 ഉള്ളൂ. പക്ഷെ കേരളയിലാവട്ടെ 94 ഉണ്ട്. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്, ഭയങ്കര നല്ല സൈനുമാണ്. സോ ഈ ഒരു 3 ഇതിലും നോക്കുകയാണെങ്കിൽ കേരളക്കാണ് ഏറ്റവും നല്ല അഡ്വാൻറ്റേജ്, ഏറ്റവും നല്ല സൈൻ ഉള്ളത്. സോ നമ്മളിപ്പോ ഇങ്ങനെ ഇൻകം വെച്ച് മാത്രമാണ് കമ്പയർ ചെയ്തെങ്കിൽ നമ്മൾ പറയും ഹരിയാനയാണ് ഹയസ്റ്റ്, അല്ലെ ഹരിയാനയാണ് ടോപ്പിൽ നിന്ന് പറഞ്ഞാണ്. പക്ഷെ ഇവിടെ നമ്മ ബാക്കി ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ലിറ്ററസി റേറ്റ്, നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ ഇതെല്ലാം നോക്കിയോണ്ട് എന്ത് മനസ്സിലായി, ഹരിയാന അല്ല ടോപ്പില്, കേരളയും ഉണ്ട്. കാരണം എന്താ, കേരളയില് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്. അതെന്താ കാരണം നമ്മുടെ ഹെൽത്ത് സിസ്റ്റം അത്ര നല്ലതായതുകൊണ്ട്, ഇംപ്രൂവ്ഡ് ആയതുകൊണ്ടാണ്. ആൻഡ് ലിറ്ററസി റേറ്റ് കൂടുതലാണ്, അതും നല്ലൊരു സൈനാണ്. നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ നമുക്ക് 94 ആണ്. സോ അത് ഭയങ്കര നല്ല സൈനാണ്. സോ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻകം വെച്ച് മാത്രമല്ല അതർ ക്രൈറ്റീരിയസും ഉണ്ട്. ഇനി അടുത്താണ് പബ്ലിക് ഫെസിലിറ്റീസ്. ഞാൻ കുറച്ചു മുമ്പ് ഒരു 30 seconds മുമ്പ് പബ്ലിക് ഫെസിലിറ്റീസിന്റെ കാര്യം പറഞ്ഞു. പബ്ലിക് ഫെസിലിറ്റി എന്നല്ല, ഹെൽത്ത് സിസ്റ്റം എന്നാ പറഞ്ഞത്. അപ്പൊ ഈ പബ്ലിക് ഫെസിലിറ്റി എന്താന്ന് നോക്കാം. How is that the average person in Haryana has more income than average person in Kerala but lags behind in these crucial areas? The reason is so ഹരിയാനയിൽ എന്താ കൂടുതൽ ക്യാഷ്, കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ആർക്കാറുണ്ട്, കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഹരിയാനയിലായിരുന്നു. അപ്പൊ ഈ ഒരു ഹരിയാനയുടെ ഇൻകം വെച്ച് നോക്കുമ്പോൾ ഹരിയാനയുടെ ബാക്കി കാര്യങ്ങളെല്ലാം താഴെയാണ്. ബട്ട് കേരളക്ക് എന്താ ബാക്കി കാര്യങ്ങളെല്ലാം കൂടുതലാണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? ഇതിന്റെ മീനിങ് എത്ര ഉള്ളൂ, ദ റീസൺ ഇസ് മണി ഇൻ അവർ പോക്കറ്റ് കനോട്ട് ബൈ ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് യു മേ നീഡ് ടു ലിവ് വെൽ. നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ക്യാഷ് മാത്രം ഉണ്ടായിട്ട് പോരാ. മണി ഇൻ യുവർ പോക്കറ്റ് കനോട്ട് ബൈ ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് യു മേ നീഡ് ടു ലിവ് വെൽ. അതാണ് ആ ഒരു സെന്റൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ എഴുതിയ മാർക്ക് ഫോർ ഷുവർ കിട്ടും. ഇനി എക്സാമ്പിൾ പറയാം. ലൈക്ക് നമ്മ ഇപ്പൊ പറഞ്ഞ ആ ഒരു കോട്ടില്ലേ, മണി ഇൻ യുവർ പോക്കറ്റ് കനോട്ട് ബൈ ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് യു മേ നീഡ് ടു ലിവ് വെൽ. അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. യുവർ മണി കനോട്ട് ബൈ യുവർ പൊല്യൂഷൻ ഫ്രീ എൻവയൺമെന്റ്. നമ്മളിപ്പോ നമ്മുടെ അടുത്ത് എത്ര ക്യാഷ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു പൊല്യൂഷൻ ഫ്രീ എൻവയൺമെന്റ് വാങ്ങിക്കാൻ പറ്റൂല. ആൻഡ് വി cannot ensure that we get unadulterated medicines unless you can afford to shift to a community that already has all these things. സോ നമുക്ക് ഇപ്പൊ എത്ര ക്യാഷ് ഉണ്ടെങ്കിലും ഇതൊന്നും കിട്ടാൻ ചാൻസ് കുറവ്, ഇതൊന്നും വാങ്ങിക്കാനൊന്നും പറ്റൂല. പക്ഷെ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലാണ്ട് ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റൂല. Money may also not be able to protect you from infectious diseases unless the whole of your community takes preventive steps. ഇപ്പൊ നമ്മൊരു കോവിഡ് ഒക്കെ വന്നപ്പോ കോവിഡ് വൈറസ് നമ്മളോട് ഒന്നും ചോദിച്ചില്ലല്ലോ, നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഉണ്ടോ, നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഇല്ലേ എന്നൊന്നും ചോദിച്ചില്ല. നമ്മുടെ സൊസൈറ്റിയിൽ ആർക്കെങ്കിലും വന്നപ്പോ സൊസൈറ്റി ഫുൾ വന്നു. സോ money may also not be able to protect you from infectious disease unless the whole of your community takes preventive steps. ഹോൾ ഓഫ് ദ കമ്മ്യൂണിറ്റി പ്രിവെന്റീവ് സ്റ്റെപ്സ് എടുത്താൽ മാത്രമാണ് ഇതിൽ നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ക്യാഷ് ഉണ്ടായാലും നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. പബ്ലിക് ഫെസിലിറ്റീസ് ആർ ദോസ് ബേസിക് ഫെസിലിറ്റീസ് വിച്ച് ആർ പ്രൊവൈഡഡ് ടു ഓവർ സിറ്റിസൺസ് ബൈ ദ ഗവൺമെന്റ്. സോ നമ്മൾ പബ്ലിക് ഫെസിലിറ്റീസിന്റെ കാര്യം പറഞ്ഞു. എന്താണ് പബ്ലിക് ഫെസിലിറ്റി? ഇതിനൊരു കറക്റ്റ് ഡെഫിനിഷൻ വേണ്ടേ? എന്താണത്? പബ്ലിക് ഫെസിലിറ്റീസ് ആർ ദോസ് ബേസിക് ഫെസിലിറ്റീസ് വിച്ച് ആർ പ്രൊവൈഡഡ് ടു അവർ സിറ്റിസൺസ് ബൈ ദ ഗവൺമെന്റ് for their well-being and overall development. Our well-being, our overall development വേണ്ടി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണ സിറ്റിസൺസിന് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആണ് എന്ത്? പബ്ലിക് ഫെസിലിറ്റീസ്. പബ്ലിക് ഫെസിലിറ്റീസ് ആർ ദോസ് ബേസിക് ഫെസിലിറ്റീസ് വിച്ച് ആർ പ്രൊവൈഡഡ് ടു ഓവർ സിറ്റിസൺസ് ബൈ ഗവൺമെന്റ് ഫോർ ദെയർ വെൽ-ബീയിങ്. for their well-being and overall development. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, ഹെൽത്ത് കൊടുക്കുന്നത്. ഹെൽത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക് ഹെൽത്ത് സിസ്റ്റംസ് ലൈക്ക് കുറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് എന്ത് പറയാ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സെക്യൂരിറ്റി എക്സെട്ര.
Kerala has a low infant mortality rate because it has adequate provisions of basic health and education. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് കുറവ്. അതൊന്നുകൊണ്ടാ കേരള ഹാസ് എ ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് adequate provision of basic health and educational facilities. Similarly, in some states, the public distribution system functions well. Health and nutrition status of people of such state is certainly like to be better. Our public distribution system function well ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന സ്ഥലത്തെല്ലാം എന്താ health and nutrition status of people of such state is certainly likely to be better ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് ഇത്ര പഠിക്കാനുള്ളൂ. പബ്ലിക് ഫെസിലിറ്റി എന്താണ്, ലൈക്ക് പിന്നെ മറ്റേ ആ കോട്ട് മെയിൻ ആണ്. കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ട് കാര്യമില്ല, എന്ത് നമുക്ക് ആവശ്യമുള്ള നന്നായിട്ട് ലിവ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ക്യാഷ് കൊടുത്താൽ കിട്ടൂല എന്നുള്ളത് പഠിക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിനൊരു എക്സാമ്പിളും കൊടുക്കണം. എന്താ പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ് കിട്ടൂല, അതെല്ലാം പറയണം. പിന്നെ പബ്ലിക് ഫെസിലിറ്റിയുടെ ഡെഫിനേഷൻ എന്താ? പബ്ലിക് ഫെസിലിറ്റി എന്ന് വെച്ചാൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ബൈ ദ ഗവൺമെന്റ് ടു ദ സിറ്റിസൺസ് ഫോർ ദർ വെൽ ബീയിങ് ആൻഡ് ഓവറോൾ ഡെവലപ്മെന്റ്. എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സെക്യൂരിറ്റി. പിന്നെ നമ്മുടെ കേരളക്ക് എന്താ ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കിട്ടണേ, ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ളത് കാരണം നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഭയങ്കര നന്നായിട്ട് വർക്ക് ചെയ്യണോണ്ട്, നന്നായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യണോണ്ടാണ് നമുക്ക് ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എവിടെയെല്ലാം ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ലൈഫ്സ് കുറച്ചുകൂടി ബെറ്റർ ആണ്. certainly likely to be better. ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഹെൽത്ത് സ്റ്റാറ്റസ് ആയിക്കോട്ടെ, എല്ലാം കുറച്ചുകൂടി ബെറ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ആകെ ഇത്രേ ഉള്ളൂ. ഭയങ്കര ഈസി ചാപ്റ്റർ ആണ്. ജസ്റ്റ് ഒരാഴ്ച ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഫുൾ ആയിട്ട് പഠിച്ചു കാണും. നമ്മൾ ഡെവലപ്മെന്റ് നന്ന് പഠിച്ച് ഡെവലപ്മെന്റൽ ഗോൾസ് ആൻഡ് മറ്റേ എന്താ എവിടെ. സോ ഈ ചാപ്റ്റർ നമ്മൾ മെയിൻ ആയിട്ട് എന്താ ഡെവലപ്മെന്റ് എന്ന് പഠിച്ച്, പല ആൾക്കാർക്കും ഡെവലപ്മെന്റ് പലതായിരിക്കും. ഡെവലപ്മെന്റ് ഗോൾസ് പഠിച്ച്, ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് ഗോൾസ് പഠിച്ച്, ഇൻകം ആൻഡ് അതർ ഗോൾസിൽ അതൊക്കെ പഠിച്ച്, മെറ്റീരിയൽസിക്ക് പഠിച്ച്, നോൺ മെറ്റീരിയൽസിക്ക് പഠിച്ച്, പിന്നെ നാഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നാഷണൽ ഡെവലപ്മെന്റ് നടക്കണേ, എങ്ങനെ ഇതൊക്കെ മനസ്സിലാവണേ, ഇതെല്ലാം പഠിച്ച്, പിന്നെ ഹൗ ടു കമ്പയർ കൺട്രീസിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് പഠിച്ച്, പിന്നെന്താ ഉള്ളേ എല്ലാം പഠിച്ചത്. ഇപ്പൊ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ച് കൺട്രീസിനെ കമ്പയർ ചെയ്യുന്നത് നോട്ട് ഓൺലി ബേസ്ഡ് ഓൺ ഇൻകം, അതർ ക്രൈറ്റീരിയസ് ഉണ്ട്, അതെല്ലാം പഠിച്ച്. പിന്നെ ആവറേജ് ഇൻകം എങ്ങനെ കണ്ടുപിടിക്കണമെന്നും പഠിച്ച്. എങ്ങനെ ടോട്ടൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ഇപ്പൊ 5 ആൾക്കാരും ഉണ്ട്, 5 ആൾക്കാരെ ഇൻകം ഗിവണാണെങ്കിൽ ആ ഇൻകം എല്ലാം ആഡ് ചെയ്തിട്ട് 5 പേരായിട്ട് ഡിവൈഡ് ചെയ്തത് ടോട്ടൽ ആവറേജ് ഇൻകം കിട്ടും. ആവറേജ് ഇൻകം തന്നെയാണ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് കൂടി പറയണേ. ഈ ചാപ്റ്ററിൽ വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.